Hi everyone, welcome to Randomly Read. ഈ ഫുട്ബോൾ മാച്ചിന്റെ ലാസ്റ്റ് വിസിൽ അടിച്ച് കഴിഞ്ഞ ആൾക്കാർ സ്വഭാവം മാറും. അവര് സ്ട്രേഞ്ചേഴ്സിനെ കാര്യം തെറി വിളിക്കും, കുടുംബത്തിനെ കാര്യം ഇൻസൾട്ട് ചെയ്യും, സപ്പോർട്ടേഴ്സിനെ അബ്യൂസ് ചെയ്യും. അവർ സ്വയം കളിച്ച് ജയിച്ച പോലെയോ അല്ലെങ്കിൽ തോറ്റ പോലെയാണ് അവർ ബിഹേവ് ചെയ്യുക. നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിബ്ലിങ്സ് അല്ലെങ്കിൽ കസിൻസ് ഈ നാട്ടിലുള്ള ക്ലബിലൊക്കെ ഉണ്ടാകുന്ന ആ തമാശ രൂപേണ ഉണ്ടാകുന്ന കളിയാക്കലും കാര്യങ്ങളെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അതും കടന്നിട്ട് അന്ധമായിട്ട് ആരാധന മൂത്ത ഒരു പറ്റം വൃത്തികെട്ട മനോഭാവമുള്ള ആൾക്കാരുണ്ട്. അവരെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ 90 മിനിറ്റ് കൊണ്ട് കളി കഴിയും, പക്ഷെ അതിന്റെ റിയാക്ഷൻ ആയിട്ട് ആളുകൾ കാണിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ടല്ലോ, അത് ജയിച്ച ടീം ആയിക്കോട്ടെ തോറ്റ ടീം ആയിക്കോട്ടെ രണ്ടു വശത്തുണ്ട്. അതാണ് ശരിക്കും മനുഷ്യരുടെ വൃത്തികെട്ട സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ഫുട്ബോൾ മാച്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇമോഷണൽ ടെസ്റ്റ് ആണ്. അതിൽ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഈവൻ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സങ്കടപ്പെടുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതെങ്ങനെ ഒരാൾ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരാളുടെ തനി സ്വഭാവം നമുക്ക് കാണിച്ചിരിക്കുന്നത്. Can you accept defeat? അതായത് നിങ്ങൾക്ക് പരാജയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, വിജയം ആർക്ക് വേണ്ടിയെങ്കിലും ആഘോഷിക്കാൻ പറ്റും. പക്ഷെ ശരിക്കുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നമുക്ക് മനസ്സിലാവുക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം തോൽക്കുന്ന സമയത്താണ്. നിങ്ങളുടെ ടീം തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീമിന്റെ പെർഫോമൻസിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല എന്നാണെങ്കിൽ അവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഇമോഷണൽ ഇമ്മെച്യൂരിറ്റിയാണ്. അതായത് നമ്മൾ ഇത്രയും വളർന്ന് പന്തലിച്ചിട്ട് തോൽവി അക്സെപ്റ്റ് ചെയ്യാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതിൽ ചില ടീമുണ്ട് ഭയങ്കര പരത്തറിവിളിയും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യലും ഇതൊരു പക പോലെ കൊണ്ടുനടക്കും അവര്. ഈ തോറ്റ ടീമിന് പോലും ഉണ്ടാവില്ല ഇത്രയും പ്രശ്നം. അത് ആക്ച്വലി ഒരു മാനസിക വൈകൃതമാണ്. ഈ ടീമിന്റെ തോൽവി സ്വന്തം തോൽവിയായിട്ട് ഇവർ ഏറ്റെടുക്കും. എന്നാൽ ആ തോൽവിനെ അംഗീകരിക്കാനുള്ള ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലതാണ്. ഇതൊക്കെ സ്കൂൾ ലെവലിലുള്ള കുട്ടികൾ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി ബിൽഡപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ, ആ ലെവലിലേക്ക് അവർ എത്തുന്നേ ഉള്ളൂ. പക്ഷെ മുതിർന്ന ആളുകൾ, അത് ഏതോ ഏജ് ആയിക്കോട്ടെ, 20, 30, 40, 50, 60, അവർക്കിത് ഇല്ല എന്നുള്ളതാണ് ശരിക്കും. അവരത് ആ മെച്യൂരിറ്റി കാണിക്കാതിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തു വരുന്നത് അവരുടെ മാനസിക വളർച്ചയിലേനെയാണ്. ഇത്രത്തോളം വളർന്നിട്ടും അത്ര പോലും ഇമോഷണൽ ഇന്റലിജൻസ് അവർക്ക് വന്നിട്ടില്ല ആക്ച്വലി. സപ്പോർട്ടിങ് യുവർ ടീം ഡസൻ റിക്വയർ ഹേറ്റിംഗ് അനദർ. അതായത് ഞാനിപ്പോ ഒരു അർജന്റീന ഫാനാണ് എന്നേരത്തെ എനിക്ക് ബ്രസീലിന്റെയോ പോർച്ചുഗലിന്റെയോ ആരോടും എനിക്കൊരു വെറുപ്പില്ല. ഒരു ഗെയിമിനെ ഗെയിമായി കാണാനുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എനിക്കുണ്ട്. ഇപ്പം നിങ്ങളുടെ ടീമിന് ലോയലായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മറ്റുള്ള ടീമിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാന്നല്ല. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നാട്ടിലുള്ള എല്ലാ ഭാര്യമാരെയും നിങ്ങൾ തെറി വിളിക്കുമോ? ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു മത്സരമാണ്. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ എടുക്കും, അല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ളവരെ തെറി വിളിക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ അതിനെ കാണരുത്. വിന്നിംഗ് ഡസൻ മേക്ക് സമ്മൺ സുപ്പീരിയർ. ഇപ്പം വിജയം എന്ന് പറയുന്നത് ചിലരെന്ത് ചെയ്യും, സന്തോഷത്തോടെ ആഘോഷിക്കും. ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ആഘോഷിക്കും. ഈ തോൽവി അംഗീകരിച്ചു കൊടുക്കാൻ മടിയുള്ള പോലെ തന്നെയാണ് ഈ വിജയം കൊണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകുന്നത്. അതാണ് ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാർ ചെയ്യുക. അവർക്ക് സ്വയം അവരെ ഒരു വിലയും കാണില്ല. അപ്പൊ അവർ സപ്പോർട്ട് ചെയ്യുന്ന ടീം ജയിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഓപ്പണൻസിനെ തെറി വിളിക്കും, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീമിനെ ഹ്യൂമിലേറ്റ് ചെയ്യും. ആകെ ആ 90 മിനിറ്റ് കളി കണ്ടത് അവരാകെ ചെയ്തത്. ഞാൻ ഈ വിജയം ആഘോഷിക്കുന്നവരെ പറ്റിയിട്ടല്ല പറയുന്നത്. ആ വിജയത്തിന്റെ പേരിൽ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുകയും തെറി വിളിക്കുകയും ചെയ്യുന്ന ആളുകളെ പറയുന്നത്. അവരെ കളി കണ്ടായിരിക്കും അവർ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച് സ്കോർ ചെയ്ത് തിരിച്ചു വന്നതാണ്. ലോസിംഗ് ഈസ് നോട്ട് ഫെയിലിയർ. ഇവൻച്വലി ഓരോ ടീമും തോറ്റുകൊണ്ടിരിക്കും. ഗെയിം അങ്ങനെയാണ്. ഇവൻ ഗ്രേറ്റസ്റ്റ് പ്ലേയേഴ്സ് വരെ പരാജയം അറിഞ്ഞിട്ടില്ലേ? അപ്പൊ ഫാൻ ആണെന്ന് പറഞ്ഞ് നമ്മളാണ് ഈ പരാജയത്തിനെ അക്സെപ്റ്റ് ചെയ്യാനോ ഈ വിജയത്തിനെ ആഘോഷിക്കുന്ന പോലെ തന്നെ നമ്മൾ പരാജയത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു ഗെയിമിനെ ആസ്വദിക്കുള്ളൂ. സോഷ്യൽ മീഡിയ വലിയൊരു ഉദാഹരണമാണ്. അതായത് ഭയങ്കര ഹേറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യുക, വളരെ ഹേറ്റ്ഫുൾ ആയിട്ടുള്ള മീംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, ഇഞ്ചുറീസ് സെലിബ്രേറ്റ് ചെയ്യുക. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ ഈ പ്ലെയേഴ്സിനെയും റെഫറീസിനെയും ഒക്കെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുക, ഭയങ്കര ഷെയിംഫുൾ ആയിട്ടുള്ള ആക്ട് ആണ് ഇതൊക്കെ. ഞാനിങ്ങനെ ചിന്തിക്കും, ഈ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഇവരിങ്ങനെ തന്നെയാണോ ബിഹേവ് ചെയ്യുക? മറ്റുള്ളവരുടെ ഇഞ്ചുറീസിനൊക്കെ ആഘോഷമാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മാനസിക വൈകൃതമാണ് ഇവർക്ക്. ഇപ്പൊ ഞാൻ തന്നെ അന്തം ഫാൻസുകളെ പറ്റിയിട്ടുള്ള ഒരു കാര്യത്തിൽ സംസാരിച്ച ഒരു വീഡിയോ ഇറക്കിയ സമയത്ത് എനിക്ക് വന്ന സ്ലട്ട് ഷെയിമിനൊന്നും ഒരു കണക്കില്ല. കാരണം ഇൻക്ലൂഡിങ് ഗേൾസ് ആണ് ഈ സ്ലട്ട് ഷെയിം ചെയ്യുന്നത്. അവർക്ക് പറയാൻ പോയിന്റുകളില്ല. നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് അതിന്റെ കാര്യങ്ങൾ പറയുന്നതാണ് അതിന്റെ ഒരു ഭംഗി. അതില്ലാതിരിക്കുമ്പോൾ സ്ലട്ട് ഷെയിം ചെയ്യുക, ആന്റീന്ന് വിളിക്കുക, അമ്മച്ചീന്ന് വിളിക്കുക, പിന്നെ പല തെറികളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അത് ആക്ച്വലി റിവീൽ ചെയ്യുന്നത് അവരെ ക്യാരക്ടറാണ്. ആലോചിച്ച് നോക്കി, ഒരു സ്ട്രേഞ്ചറാണ്, അവരൊരു കാര്യം പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രോൾ ചെയ്ത് പോകാം, നമുക്ക് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇന്റൻഷ്യലി വന്ന് അതിനെ കമന്റ് ചെയ്ത് സ്ലട്ട് ഷെയിം ചെയ്യാന്ന് പറയുന്ന ഒരു മാനസിക വൈകൃതമാണ്. ഞാനത് ക്വസ്റ്റ്യൻ ചെയ്ത് ഈ പറഞ്ഞ ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടത് ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ഏകദേശം എൻ്റെ അതേ ഏജിൽ തന്നെ കാണുമ്പം എന്നെ ആന്റി വിളിക്കേണ്ട ഒരു ഇതൊന്നുമില്ല. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇത്രത്തോളം ഇൻസെക്യൂരിറ്റി ഉണ്ടോ നിനക്ക് എന്നുള്ള കാര്യത്തിൽ സംസാരിച്ചപ്പോൾ കമന്റ് ഡിലീറ്റ് ചെയ്തു പോയി. പക്ഷെ ആ കുട്ടീൻ്റെ പേജിൽ മുന്നിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ഗെയിം കളിക്കുന്ന ഒരു പേജ്. അപ്പൊ ആ പേജിൽ നിന്ന് വന്നിട്ട് അമ്മച്ചിന്ന് വിളിച്ച് അടുത്ത കമന്റ്. അപ്പൊ ആലോചിച്ചൊക്കെ ഇതിലൊക്കെ എത്ര
എനർജി വേസ്റ്റ് ചെയ്യണം. ഞാൻ എന്നെ കമൻറ്റ് ചെയ്തുകൊണ്ടല്ല എന്നെ സംസാരിക്കുന്നത്, പക്ഷെ ആളുകളുടെ ആ ഒരു മനസ്സാണ്. അവരെത്രത്തോളം എനർജി വേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. ഒരു സ്ട്രേഞ്ചറിനെ സ്ലട്ട് ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും ആ ഒരു എനർജിയാണ് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ആലോചിക്കുക എത്രത്തോളം വൈകൃതമാണ് അവരുടെയൊക്കെ മനസ്സ് എന്നുള്ളത്. വാട്ട് ഫുട്ബോൾ ടീച്ചേഴ്സ്, ഈ ഫുട്ബോൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒന്ന് ടീം വർക്കാണ് ഇല്ലേ, ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ റെസ്പെക്ട് പഠിപ്പിക്കുന്നുണ്ട്, റിസൈലൻസ് ആൻഡ് പേഷ്യൻസ്. ഇത്രയും കാര്യങ്ങൾ ഫുട്ബോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അന്ധ ഫാനുകൾ ഇതുകൂടി പഠിച്ചിരുന്നാൽ നല്ലതാണ്. വെറുതെ കൈകൊട്ടിയിരുന്ന് അല്ലെങ്കിൽ തെറി വിളിച്ചിരുന്നാൽ പോരാ. ഈ ഫുട്ബോൾ പഠിപ്പിക്കുന്ന ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ ലേൺ ചെയ്യാൻ പഠിക്കണം. ഈ ശരിയായ ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവർ മനസ്സറിഞ്ഞ് എന്ത് ചെയ്യും? അവരുടെ വിജയം ആഘോഷിക്കും. തോൽവിനെ അഭിമാനത്തോടെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവർ ഓപ്പണൻസിനെ റെസ്പെക്ട് ചെയ്യും. മറ്റുള്ളവരെ അവർ ഗെയിമിന്റെ പേരിൽ അബ്യൂസീവ് ചെയ്യില്ല. ഈ ക്വാളിറ്റി ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ ഫാൻ ആണെന്ന് പറഞ്ഞ് വരാൻ പാടില്ല. നിങ്ങളുടെ മാനസിക വൈകൃതങ്ങളെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഫുട്ബോളിനെ മറയാക്കുന്ന ഒരു പറ്റം ടീമുകൾ മാത്രമാണ് നിങ്ങൾ. ഇപ്പൊ ഈ വീഡിയോ എന്നെ മുഴുവൻ കാണാതെ എന്നെ സ്ലട്ട് ഷെയിം ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ബാക്കിൽ മെസ്സിയുടെ ഫോട്ടോ കൂടി കണ്ട സ്ഥിതിക്ക് ഒരുപാട് തെറി വിളിക്കാനും ആൾക്കാരുണ്ടാവും. ഡു ഇറ്റ് യാർ പ്ലീസ്. നിങ്ങളുടെ തനി സ്വഭാവം ഇങ്ങ് പുറത്തു വരട്ടെ. ഒരു ട്രോഫി നിങ്ങളുടെ ടീമിനെ ചാമ്പ്യന്മാരാക്കാം, പക്ഷെ നിങ്ങൾ ചാമ്പ്യൻ ആണോ തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. സോ ലെറ്റ് മീ നോ, നിങ്ങൾ ഈ അന്ധ ഫാൻസുകാരാണോ അല്ലെങ്കിൽ ഈ ഫുട്ബോളിനെ ശരിക്കും സ്നേഹിക്കുന്ന നല്ല ഫാൻസുകാരാണോ? സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ദിസ് ഈസ് റിഗിന സൈനിങ് ഓഫ്. ബൈ.